പെസഹ അപ്പവും പെസഹ പാലും ഉണ്ടാക്കുന്ന വിധം. അപ്പത്തിൻ്റെ ചേരുവകൾ: അരി 1 കിലോ, പച്ചത്തേങ്ങ 2 എണ്ണം, ഉഴുന്ന് 150 ഗ്രാം, ജീരകം 1 ടീസ്പൂൺ, ചുവന്നുള്ളി 25 ഗ്രാം, വെളുത്തുള്ളി 1 കുടം, ഉപ്പ് ആവശ്യത്തിന്. ഉണ്ടാക്കുന്ന വിധം: അരി കഴുകി പൊടിച്ച് ചെറിയ അരിപ്പയിൽ തെള്ളിയെടുത്ത് അധികം മൂപ്പിക്കാതെ ചൂടാക്കി എടുക്കുക. ഉഴുന്ന് ചീനച്ചട്ടിയിൽ വെറുതെ വറുത്തെടുത്ത് കുതിർത്ത് അരച്ചെടുക്കുക. തേങ്ങയും മറ്റു ചേരുവകളും അരച്ചെടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വട്ടയപ്പത്തിനുള്ള പാകത്തിൽ കുഴച്ച് 1 മണിക്കൂർ വയ്ക്കുക. പാത്രത്തിലാക്കിയ മിശ്രിതം അപ്പച്ചെമ്പിൽ വെള്ളം തിളപ്പിച്ച് അതിൻ്റെ തട്ടിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക. മിശ്രിതം പാത്രത്തിൽ കോരിയൊഴിച്ച് അതിൻ്റെ മധ്യഭാഗത്തായി കുരുത്തോലയിൽ നിന്നും ചെറുതായിട്ടുണ്ടാക്കിയെടുത്ത കുരിശു രൂപവും സൈഡിൽ 1 കഷ്ണം വരട്ട് മഞ്ഞളും വെച്ച് അപ്പം വേവിച്ചെടുക്കുക. പെസഹ പാൽ ഉണ്ടാക്കുന്ന വിധം. പാലിൻ്റെ ചേരുവകൾ: തേങ്ങ 1 എണ്ണം, ശർക്കര 1/2 കിലോ, ജീരകം 2 ടീസ്പൂൺ, ചുക്ക് 1 കഷ്ണം, ഏലക്ക 4 എണ്ണം, കുത്തരി 100 ഗ്രാം. ഉണ്ടാക്കുന്ന വിധം: ആവശ്യത്തിനുള്ള വെള്ളത്തിൽ അലിയിച്ച് അരിച്ചെടുത്ത ശർക്കര പാനിയും തേങ്ങാപ്പാലും കൂടി തിളപ്പിക്കുക. വറുത്ത് പൊടിച്ചു വെച്ച അരിപ്പൊടിയിൽ തീയിലിരിക്കുന്ന ലായനിയിൽ നിന്ന് അല്പമെടുത്ത് കട്ട പിടിക്കാതെ കലക്കി പാലിൽ ഒഴിക്കുക. ചുക്ക്, ജീരകം, തൊലി കളഞ്ഞ ഏലക്ക എന്നിവ പൊടിച്ചതും ചേർത്ത് കുരുത്തോലയിൽ നിന്നും ചെറുതായി ഉണ്ടാക്കിയ കുരിശും ചേർത്ത് തിളപ്പിച്ച് വാങ്ങുക.